നമസ്കാരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പറ്റിയുള്ള വാർത്തകൾ ഈയിടെയായിട്ട് നമ്മൾ കൂടുതലായി കേൾക്കുന്നുണ്ടല്ലോ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു അപൂർവ രോഗമാണ്, പക്ഷേ അതീവ ഗുരുതരവുമാണ്. ഇതൊരു പുതിയ അസുഖമാണോ? അല്ല, പണ്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് താരതമ്യേന കുറച്ച് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതിന് കാരണമുണ്ട്, അത് വഴിയെ പറയാം. അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അമീബ എന്താണെന്ന് അറിയണം. അമീബ എവിടെയാണ് ഉള്ളതെന്ന് അറിയണം. ആരാ ഈ അമീബ? ഇദ്ദേഹം ഒരു ഏകകോശ ജീവിയാണ്. വെറും ഒരു കോശം മാത്രമുള്ള നിസ്സാരക്കാരനായ ഇദ്ദേഹം കോടിക്കണക്കിന് കോശങ്ങൾ കൈമുതലായിട്ടുള്ള അതിഭയങ്കരന്മാരായ നമ്മൾക്ക് ഇപ്പോൾ എന്ത് ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്? എന്താണ് പെട്ടെന്ന് ലോകത്ത് സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാം. നീഗ്ലീരിയ ഫൗളരി, അക്കാന്തമീബ കാൽബർട്ട്സോണി, ഇവർ രണ്ടുപേരുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന പ്രധാനികൾ. നീഗ്ലീരിയ ഫൗളരി ബ്രെയിൻ ഈറ്റിംഗ് അമീബ, അതായത് തലച്ചോറ് തിന്നുന്ന അമീബ എന്ന ഒരു ഭീകരമായ പേര് കൂടി വെറും ഒരു കോശം മാത്രം കൈമുതലായിട്ടുള്ള ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം കടന്നു കയറിയാൽ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. തലച്ചോറിൽ കടുത്ത നീർക്കെട്ടുണ്ടാവുന്നു. മിക്കവാറും കേസുകൾ ഗുരുതരമാവുകയും മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. നീഗ്ലീരിയ ഫൗളരി ഒരു ഫ്രഷ് വാട്ടർ അമീബയാണ്. അതായത് ഇവ കുളത്തിലും തടാകത്തിലും പുഴയിലും കിണറിലും അതുപോലെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. കടൽ വെള്ളത്തിലും ഉപ്പുവെള്ളത്തിലൊന്നും ഇവയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണം സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരുതരം ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയ ഒരല്പം ചൂട് കൂടിയ വെള്ളത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ചൂട് കൂടിയ വെള്ളം സ്വാഭാവികമായും അമീബയ്ക്കും കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാർമിംഗും മൂലം തടാകങ്ങളിലും കുളങ്ങളിലും ഒക്കെ വെള്ളത്തിന് ചൂട് കൂടുമ്പോൾ അവിടെ അമീബയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചമാകുന്നു. കുളങ്ങൾ, തടാകങ്ങൾ, തുറന്ന കിണറുകൾ, പുഴകൾ എന്നിവ നമ്മുടെ നാട്ടിൽ സുലഭമായി ഉണ്ട് എന്നത് നമ്മൾ ഓർക്കണം. കേരളത്തിൽ 2016, 2023 കാലഘട്ടത്തിൽ വെറും 8 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 2024 29 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ 5 പേര് മരിക്കുകയും ചെയ്തു. 2025 ഇതുവരെ ഏതാണ്ട് 69 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 19 മരണവും സംഭവിച്ചു. ലോകമൊട്ടാകെ ഏകദേശം 97% അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ മരണനിരക്ക്. കേരളത്തിൽ ഇതുവരെ ഇത് 26% മാത്രമാണ്. ഇത് നമ്മുടെ കേരളത്തിലെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അമീബ എങ്ങനെയാണ് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കണമെങ്കിൽ മസ്തിഷ്കത്തിൽ അഥവാ തലച്ചോറിലേക്ക് കയറി പറ്റണമല്ലോ. എങ്ങനെ കയറും? മൂക്കിലൂടെ കയറും. അമീബ ജീവിക്കുന്ന വെള്ളം മൂക്കിലേക്ക് കയറുമ്പോൾ അതിലൂടെ ഇവയും അതുവഴി തലച്ചോറിലേക്ക് കയറി പറ്റും. അങ്ങനെ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നു. ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? കുളിക്കുമ്പോൾ, നീന്തുമ്പോൾ, കുളത്തിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ചാടുമ്പോൾ, അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം ഒഴിച്ച് നാസൽ ഇറിഗേഷൻ ചില ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ അമീബ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറാം. ഓർക്ക് വെള്ളം കുടിക്കുന്നതിലൂടെ ഇത് പകരില്ല. ഒരു രോഗിയിൽ നിന്ന് വേറൊരു രോഗിയിലേക്കും ഇത് പകരില്ല. മറ്റേത് തരത്തിലുള്ള ബാക്ടീരിയ കൊണ്ടും അല്ലെങ്കിൽ വൈറസ് കൊണ്ടും ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരങ്ങളെ പോലെ തന്നെ തലവേദന, ഛർദി, പനി, അപസ്മാരം, കോമ ഇതൊക്കെ തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ. സ്വാഭാവികമായും അമീബ ഉണ്ടായേക്കാവുന്ന കുളത്തിലും തടാകത്തിലുമൊക്കെ നീന്തുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. വീട്ടിലെ വെള്ളത്തിൽ കുളിക്കുക, അത് ക്ലോറിനേറ്റഡ് വെള്ളമാണെങ്കിൽ കൂടുതൽ മെച്ചം. ഇനി പുറത്ത് കുളിച്ചേ മതിയാവെങ്കിൽ കുളത്തിലേക്കും തടാകത്തിലേക്കും സ്വിമ്മിംഗ് പൂളിലേക്കും ഒക്കെ ഡൈവ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നേരെ കുതിച്ച് ചാടാതിരിക്കുക. അതാണ് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ചാടിയേ മതിയാവൂ എന്നാണെങ്കിൽ മൂക്ക് അടച്ചു പിടിച്ച് ചാടുക, അല്ലെങ്കിൽ ഒരു നോസ് ക്ലിപ്പ് അല്ലെങ്കിൽ നോസ് പ്ലഗ് ഉപയോഗിച്ച് മൂക്ക് അടച്ചിട്ട് ചാടുക. അതുപോലെ നീന്തുമ്പോൾ തലയും മുഖമൊക്കെ വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുന്ന പോലെ നീന്തണം. തല മുങ്ങിക്കൊണ്ട് നീന്തരുതെന്നാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട് മൂക്കിൽ വെള്ളം ഒഴിക്കുക, അതായത് നാസൽ ഇറിഗേഷൻ വേണ്ടി വരികയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ ഉറവിടം അറിയാത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്. സ്വിമ്മിംഗ് പൂളുകളൊക്കെ ദിവസവും വൃത്തിയാക്കുകയും വെള്ളം മാറ്റുകയും പതിവായി ക്ലോറിനേറ്റ് ചെയ്യുകയും വേണം. കിണർ വെള്ളവും ക്ലോറിനേറ്റ് ചെയ്താൽ നല്ലത്. കുട്ടികൾ ഈ ഓസും സ്പ്രേയറൊക്കെ ഉപയോഗിച്ച് വെള്ളം ചീറ്റി കളിക്കുമ്പോൾ അത് വെള്ളം മൂക്കിലേക്ക് ചീറ്റായിരിക്കാൻ ശ്രദ്ധിക്കണം, മൂക്കിൻ്റെ അടുത്തേക്ക് ചീറ്റായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനുള്ള പൊതുവായ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.